അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി ബിറളില്ലാഹി അമ്മാ ബഅദ്. ഏറ്റവും ബഹുമാനവും ആദരവുകളും നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഇതര സമൂഹത്തിൽപ്പെട്ടവരെ, അല്ലാഹു തആല നമുക്ക് ഖൈർ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ, ഹിദായത്തിന്റെ പ്രകാശം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയമുള്ളവരെ, ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് നമുക്കറിയാം. നമ്മുടെ മദ്രസ സംവിധാനങ്ങളിലൂടെ ഇന്ന് ടീച്ചേഴ്സ് ഡേ ആചരിച്ചുകൊണ്ടിരിക്കുകയാണ്, അഥവാ മുഅല്ലിം ഡേ. ഈ മുഅല്ലിം ഡേ ആചരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ചില സാഹചര്യങ്ങളുണ്ട്. കേരളക്കരയിൽ മദ്രസ സംവിധാനം നിലവിൽ വന്നതിന് ശേഷം നമ്മുടെ നാടിനും നമ്മുടെ മഹല്ലിനും എന്തെല്ലാം പുരോഗതികൾ ഉണ്ടാക്കാൻ സാധിച്ചു. അതുപോലെ തന്നെ ആരാണ് അധ്യാപകർ, ആരാണ് വിദ്യാർത്ഥികൾ, അധ്യാപകരും വിദ്യാർത്ഥികളും തമ്മിലുള്ള മൂല്യബന്ധം എന്താണ്, അഥവാ ഗുരു ശിഷ്യ ബന്ധത്തിന്റെ പവിത്രത എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മളെ നമ്മളാക്കിയ നമ്മുടെ പ്രിയപ്പെട്ട ഉസ്താദുമാർ കുരുന്ന ഹൃദയങ്ങളിൽ അറിവിന്റെ വെളിച്ചം വിതറി നന്മയുടെ വാക്താക്കളാക്കി ധാർമ്മികതയുടെ പടവുകൾ കീഴടക്കി നല്ലൊരു നാടിന്റെ ഉത്തമ സമൂഹത്തെ വാർത്തെടുക്കുന്നതിന് പ്രബോധന വീതിയിലെ പ്രയാസങ്ങൾ മറന്ന് ആത്മാർത്ഥമായി ദീനീ സേവനം നടത്തുന്ന നമ്മുടെ ഉസ്താദുമാർ. അദബൻ എന്നതിലെ അലിഫിന്റെ ആദ്യാക്ഷരം കുറിച്ചു തരികയും സൃഷ്ടാവായ റബ്ബിനെ അക്ഷരങ്ങളിലൂടെ പഠിപ്പിച്ചു തരികയും തന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കണമെന്നും സ്വർഗവും നരകവും എന്ന രണ്ട് പ്രതിഭാസങ്ങളെ കുറിച്ച് പരിചയപ്പെടുത്തുകയും അതിനുവേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തവരാണ് നമ്മുടെ പ്രിയപ്പെട്ട ഉസ്താദുമാർ എന്നുള്ളത്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, ഒരു കാലത്ത് മണ്ണിലും മണലിലും എഴുതി പഠിച്ചിരുന്ന നമുക്ക് പോലും ചിന്തിക്കാനാവാത്തൊരു കാലഘട്ടം നമ്മുടെ പൂർവികർക്കുണ്ടായിരുന്നു. അതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായി ഒരു ഏകീകരണത്തിലേക്കും ക്രോഡീകരണത്തിലേക്കും എത്തണമെന്ന മഹാനായ മർഹൂം സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങളുടെ വലിയ ദീർഘവീക്ഷണത്തിന്റെയും സ്വപ്ന സാക്ഷാത്കാരത്തിന്റെയും ഫലമാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന മദ്രസ സംവിധാനം. 950-കൾക്ക് ശേഷമാണ് ഇതിന്റെ പദ്ധതികൾക്ക് തുടക്കമിട്ടത്. എന്നാൽ കാലങ്ങൾ ഒരുപാട് പിന്നിട്ട് ഒരുപാട് മുന്നോട്ട് സഞ്ചരിച്ചു. ഈ സഞ്ചരിക്കുമ്പോഴും നിലവിലുള്ള ഗവൺമെന്റ് സംവിധാനങ്ങളെക്കാൾ അത്ഭുതകരമായ രീതിയിലുള്ള നൂതന പാഠ്യ പദ്ധതികളിലൂടെ നമ്മുടെ മദ്രസ സംവിധാനങ്ങൾ വികസിച്ചിരിക്കുകയാണ്. അതിന്റെ പരീക്ഷകൾ, അതിന്റെ സിലബസുകൾ വളരെ കൃത്യമായി എല്ലാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്നത്തെ ഗവൺമെന്റ് സംവിധാനത്തിലുള്ള ആളുകൾ പോലും അതിനെ അത്ഭുതകരമായി വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഓരോ പ്രഭാതത്തിലും ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഫാത്തിഹയോടുകൂടി പ്രാരംഭം കുറിച്ച് ആയിരക്കണക്കിന് അധ്യാപകരുടെ നിസ്തൂല്യമായ സേവനത്തിലൂടെ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ മദ്രസകൾ മുഴുവനും. ഉസ്താദുമാരുടെ മഹത്വം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആരാണ് ഉസ്താദുമാർ? പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അവിടുത്തെ സ്വഹാബികളും കാണിച്ചു തന്ന കൃത്യമായ പാത അത് സമൂഹത്തിന് പകർന്നു കൊടുക്കുകയാണ് ഉസ്താദുമാർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിചയപ്പെടുത്തുന്നു, അൽ ഉലമാ വറസത്തുൽ അംബിയാ. ഉലമാക്കൾ എന്ന് പറയുന്നത്, നമ്മുടെ നാട്ടിലുള്ള പണ്ഡിതന്മാർ എന്ന് പറയുന്നത്, അത് അംബിയാക്കളുടെ അനന്തരം ലഭിച്ച ആളുകളാണ്, അമ്പിയാക്കളോട് തുല്യമായി കിടക്കുന്ന ആളുകളാണ്. അവരെ നമ്മൾ ബഹുമാനിക്കേണ്ടതുണ്ട്, അവരുടെ മഹത്വം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അധ്യാപകന്റെ മഹത്വത്തെ കുറിച്ച് പരിചയപ്പെടുത്തുന്ന ഭാഗങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും, ഖുമിൽ മുഅല്ലിമ വഫീഹി തബ്ജീല കാദൽ മുഅല്ലിമു അൻ യകൂന റസൂല. മുഅല്ലിമിന്റെ മുമ്പിൽ ബഹുമാനത്തോടു കൂടി നീ നിൽക്കണം, മുഅല്ലിമിനെ നീ ആദരിക്കണം. കാരണം ഒരു അധ്യാപകൻ, ഒരു മുഅല്ലിം എന്ന് പറയുന്നത് റസൂലിനോട് അടുത്തവരാണ്, റസൂലാകാൻ വരെ അടുത്ത വ്യക്തിയാണ് മുഅല്ലിം എന്ന് പറയുന്നത്. അതുപോലെ മറ്റൊരു ഹദീസിലൂടെ പരിചയപ്പെടുത്തുന്നു, ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു. നിങ്ങളിൽ ഏറ്റവും വലിയ ഉത്തമർ, നിങ്ങളുടെ സമൂഹത്തിലെ ഏറ്റവും പവിത്രമായവർ എന്ന് പറയുന്നത് ഖുർആൻ പഠിക്കുകയും അതിനെ വളരെ കൃത്യമായി തജ്വീദോടു കൂടി പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് നിങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ ഉന്നതൻ എന്ന് ആദരവായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിചയപ്പെടുത്തുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ചുറ്റുമുള്ള ജോലി സംവിധാനങ്ങൾ എടുത്ത് പരിശോധിച്ചു നോക്കുകയാണെങ്കിൽ ഡോക്ടേഴ്സുകളുണ്ട്, എഞ്ചിനീയർമാരുണ്ട്, വലിയ എംപ്ലോയീസുകളുണ്ട്, ബിസിനസ് തമ്പുരാക്കന്മാരുണ്ട്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, ഇവരെക്കാൾ ലോകത്തും ദുനിയാവിലും ആഖിറത്തിലും ഏറ്റവും കൂടുതൽ സ്ഥാനം ലഭിക്കുന്ന ആളുകൾ പരിശുദ്ധ ഖുർആനെ ചേർത്ത് പിടിച്ചവരാണെന്ന് ഹദീസുകൾ നമ്മെ പരിചയപ്പെടുത്തുന്നു.
അതുകൊണ്ട് തന്നെ ലോകത്തിന്റെ നായകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിചയപ്പെടുത്തുകയാണ്, ഇന്നമാ അന ബുഇസ്തു മുഅല്ലിമൻ, ഞാൻ ലോകത്തേക്ക് കടന്നു വരുന്നത് ഒരു മുഅല്ലിമായിട്ടാണ്, ഒരു അധ്യാപകനായിട്ടാണ്. അല്ലാഹു തആല പരിശുദ്ധ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ജാഹിലിയ കാലഘട്ടത്തിലേക്ക് പ്രബോധനത്തിന് വേണ്ടി പറഞ്ഞയക്കുമ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു കൊടുത്ത ഒരു വാക്കുണ്ട്, നീ ഒരു പ്രബോധകനാണ്, നീ ഒരു മുഅല്ലിമാണ്. അവിടെയുള്ള അക്ഷര അഭ്യാസങ്ങൾ അറിയാത്ത, ദീനിന്റെ മൂല്യങ്ങൾ പഠിക്കാത്ത ആളുകൾക്ക് ദീനി വിജ്ഞാനങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അല്ലാഹു തആല ആജ്ഞാപിക്കുകയാണ്. അത് അനുസരിച്ചുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ നാട്ടിലേക്ക് പോവുകയും ആ നാട്ടിലെ ഓരോ വീടുകളിലും കയറി ഇറങ്ങിക്കൊണ്ട് ഇസ്ലാമിന്റെ വിജ്ഞാനങ്ങളെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു. ആ ഒരു സന്ദർഭത്തിൽ അവർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പ്രതികരിച്ചത് മറ്റൊരു രീതിയിലാണ്. അവർ കല്ലെടുത്തെറിഞ്ഞു. ചെറിയ കുട്ടികൾ പോലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആക്രോശിക്കുകയും അസഭ്യങ്ങൾ വിളിക്കുകയും കല്ലെടുത്തെറിയുകയും ചെയ്തു. കല്ലെടുത്ത് എറിഞ്ഞ ആ സന്ദർഭത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തണ്ടൻ കാലിൽ നിന്ന് രക്തമൊലിച്ചപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് ഓടി രക്ഷപ്പെടുകയാണ്. ആ സമയത്ത് അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ആകാശത്ത് നിന്ന് മാലാഖ് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം കടന്നു വന്നുകൊണ്ട് പ്രവാചകരോട് ചോദിക്കുന്നുണ്ട്, പ്രവാചകരെ, ഈ നീചന്മാരായ ഈ ധിക്കാരികളായ ആളുകളുടെ മേൽ ഞാൻ ആ പർവ്വതം മറിച്ചിടട്ടെ എന്ന് പറഞ്ഞപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, വേണ്ട, അവർക്ക് അക്ഷരജ്ഞാനമില്ലാത്തത് കൊണ്ടാണ്, അറിവില്ലാത്തത് കൊണ്ടാണ്. അല്ലാഹു തആല അവർക്ക് പുറത്തു കൊടുക്കട്ടെ. ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഇസ്ലാമിന്റെ പ്രാരംഭ കാലഘട്ടത്തിൽ വളരെ പ്രയാസങ്ങൾ നിറഞ്ഞുകൊണ്ട്, വളരെ ദുരിതങ്ങൾ ഏറ്റുകൊണ്ട് ഇസ്ലാമിനെ വ്യാപിപ്പിച്ചതായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അതുകൊണ്ട് തന്നെ ഈ ഒരു കാലഘട്ടത്തിലും ഇസ്ലാമിന്റെ വിജ്ഞാനങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ആളുകൾക്ക് അതുപോലെയുള്ള മഹത്വമുണ്ടെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഒരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, ഫളുൽ ആലിമി അലൽ ആബിദി കഫളിൽ ഖമർ അലാ സായിരിൽ കവാകിബ്. അഥവാ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ആകാശങ്ങളിൽ കാണുന്ന വർണ്ണശബളമായ നക്ഷത്രങ്ങൾക്കിടയിലെ മനോഹരമായ ചന്ദ്രൻ എത്രത്തോളം സ്ഥാനമുണ്ടോ അത്ര സ്ഥാനമാണ് ഒരു ആലിമിന്, ഒരു പണ്ഡിതന് അല്ലാഹു തആല നൽകുന്നത്. പണ്ഡിതരുടെ മഹത്വം പറയുന്ന സ്ഥാനത്ത് മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, ഇന്നല്ലാഹ വമലായികതുഹു വഅഹ്ലു സമാവാതി വൽ അർളി ഹത്താ നംലത ഫീ ജുഹരിഹാ വഹത്തൽ ഹൂത ലയുസല്ലൂന അലാ മുഅല്ലിമൻ നാസി ഖൈറാ. അല്ലാഹുവും അവന്റെ മലക്കുകളും അതുപോലെ തന്നെ ആകാശങ്ങളിലും ഭൂമിയിലുമുള്ള സർവ്വചരാചരങ്ങളിലും എത്രമാത്രം പറയണം, മാളങ്ങളിൽ വസിക്കുന്നതായിട്ടുള്ള ചെറിയ ഉറുമ്പിൻ കൂട്ടങ്ങളടക്കം, അതുപോലെ തന്നെ സമുദ്രങ്ങളിൽ വസിച്ചു കൊണ്ടിരിക്കുന്നതായിട്ടുള്ള മത്സ്യങ്ങൾ മുഴുവനും വലിയ ഖൈറുള്ള നന്മയുള്ള ഒരു മുഅല്ലിമിന്റെ മേൽ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടേയിരിക്കുന്നു. സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ അവർ അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടിക്കൊണ്ടിരിക്കുന്നു, അവർക്ക് വേണ്ടി നന്മയെ തേടിക്കൊണ്ടിരിക്കുന്നു, അവർക്ക് വേണ്ടി എല്ലാവിധ ഖൈറിന്റെ വാതിലുകളും തുറക്കാൻ വേണ്ടി ഈ ലോകത്ത്. അതുപോലെ തന്നെ നമ്മൾ ഇൽമു പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴും അതിനൊരുപാട് മഹത്വമുണ്ട്. നമ്മൾ പള്ളി ദർസുകളിൽ പഠിക്കുന്നു, അതുപോലെ തന്നെ മദ്രസ സംവിധാനങ്ങളിലൂടെ പഠിക്കുന്നു. ഏതൊരു രീതിയിലാണെങ്കിലും അള്ളാഹുമായി ബന്ധപ്പെട്ട അള്ളാഹുവിൻ്റെ നൂറാനിയത്തായിട്ടുള്ള ഇൽമുകൾ പഠിക്കുമ്പോഴെല്ലാം നമുക്ക് ഖൈറുകൾ ലഭിച്ചുകൊണ്ടേയിരിക്കും, സ്വർഗത്തിലേക്കുള്ള പാതകൾ തെളിഞ്ഞുകൊണ്ടേയിരിക്കും. ഒരു ഹദീസിൽ സൂചിപ്പിക്കുന്നു, മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹി ഇൽമ സഹലല്ലാഹു ത്വരീഖൻ ഇലൽ ജന്ന. ഒരു മനുഷ്യൻ വിജ്ഞാന വീതിയിലൂടെ പ്രവേശിച്ചു കഴിഞ്ഞാൽ ആ വീതി മുഴുവനും നന്മ നിറഞ്ഞതാണ്. അഥവാ അള്ളാഹുവിൻ്റെ പ്രകാശപൂരിതമായ ഇൽമുകൾ പഠിക്കുന്നതിൻ്റെ ഭാഗമായി അവൻ ആ വഴിയിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ആ വഴി അവന് സ്വർഗത്തിലേക്കുള്ള എളുപ്പ വഴിയാണെന്ന് ആദരവായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. അധ്യാപകരുടെ പവിത്രത നമ്മൾ പറയുമ്പോൾ തന്നെ ആ പഠിപ്പിക്കപ്പെടുന്ന വിദ്യാർത്ഥികളുടെ മഹത്വവും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. വിദ്യാർത്ഥികളുടെ മഹത്വം അഥവാ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഇൽമുകൾ, അള്ളാഹുവിൻ്റെ ഹബീബ് പഠിപ്പിച്ചു തന്നതായിട്ടുള്ള ആ മൂല്യമുള്ള വിജ്ഞാനങ്ങൾ പകരുന്ന, മനസ്സിലാക്കുന്ന വിദ്യാർത്ഥികൾക്കും ഒരുപാട് മഹത്വമുണ്ട്. ഒരു ഹദീസിലൂടെ സൂചിപ്പിക്കുന്നത് നമുക്ക് കാണാം, ഇന്നല്ലാഹ വമലായികത ലതലഉ അജ്നഹതിഹാ റിളാഅൻ ലിത്വാലിബിൽ ഇൽമ്. ഇൽമു പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക്, ആ ജ്ഞാനം പകരുന്നതായിട്ടുള്ള അത് സ്വീകരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അല്ലാഹു തആല പറയുന്നു, മലക്കുകൾ അവർക്ക് ചിറകുകളെ താഴ്ത്തി കൊടുക്കുന്നതാണ്. അവരോടുള്ള തൃപ്തി കാരണം, അവരോടുള്ള സ്നേഹം കാരണം അള്ളാഹുവിൻ്റെ പവിത്രമായ മാലാഖമാർ അവർക്ക് അവരുടെ തണലിൻ്റെ ചിറകുകൾ വിരിച്ചു കൊടുക്കുമെന്ന് ഹദീസുകൾ പരിചയപ്പെടുത്തുന്നു.
അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, വിദ്യാർത്ഥികൾക്കും ഒരുപാട് മഹത്വമുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ പറയുകയുണ്ടായി, ഒരു ഖബറിന്റെ മുകളിൽ ഒരു മുതഅല്ലിം ഇൽമു പഠിക്കുന്ന ഒരു വ്യക്തി ഖബറിന്റെ മുകളിൽ കയറി നിൽക്കുന്നത് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ആ കുട്ടിയോട് നിങ്ങൾ അതിൽ നിന്ന് ഇറങ്ങാൻ പറയരുത്, ആ കുട്ടിയെ നിങ്ങൾ അവിടുന്ന് ശാസിക്കരുത്. കാരണം ആ കുട്ടിയുടെ ഇൽമിന്റെ പവിത്രത കൊണ്ട് ആ ഖബറിൽ കിടക്കുന്ന മനുഷ്യന് സമാധാനവും പ്രകാശവും ലഭിക്കാൻ കാരണമാകുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അള്ളാഹുമായി ബന്ധപ്പെട്ട ജ്ഞാനം എന്ന് പറയുന്നത് വലിയ മഹത്വമുള്ളതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, വിജ്ഞാനം എന്ന് പറയുന്നത് ഒരു മുഅ്മിന് വീണുപോയിട്ടുള്ള വലിയൊരു നിധിയാണ്, വലിയൊരു മൂല്യമുള്ള വലിയൊരു സ്വത്താണ് വിജ്ഞാനം എന്ന് പറയുന്നത്. നിങ്ങൾ എവിടെ കണ്ടു കഴിഞ്ഞാലും അതിനെ പൊറുക്കിയെടുക്കുക, അതിനെ സംരക്ഷിക്കുക, അതിനെ മറ്റൊരു സമൂഹത്തിന് പകർന്നു കൊടുക്കണമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. പരിശുദ്ധ ഖുർആൻ എന്ന് പരിശോധിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാകാം, ഇഖ്റഇന്റെ വചനവുമായി കൊണ്ട് ഹിറാ ഗുഹയിലേക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്തേക്ക് പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ കടന്നു വരുമ്പോൾ വലിയ അത്ഭുതങ്ങൾ സൃഷ്ടിച്ച, ലോകത്ത് ഇന്നേ വരെ കാണാത്ത ഓരോ വരികളും അടങ്ങിയ, കാവ്യങ്ങളും അത്ഭുതങ്ങളും അടങ്ങിയ പരിശുദ്ധ ഖുർആനിന്റെ ആദ്യത്തെ വചനം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റ വറബ്ബുക്കൽ അക്രം അല്ലദീ അല്ലമ ബിൽ ഖലം എന്ന് തുടങ്ങുന്ന ആയത്തോടു കൂടി പരിശുദ്ധ ഖുർആൻ ഹിറാ ഗുഹയിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, അത്രയും വലിയൊരു ഗ്രന്ഥം ലോകത്ത് കടന്നു വന്നിട്ട് ആ ഗ്രന്ഥം കടന്നു വരുന്ന സമയത്ത് തന്നെ വിളിച്ചു പറയുന്നത് വായനയുടെയും അതുപോലെ തന്നെ അധ്യാപനത്തിന്റെയും മഹത്വമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വായിക്കാൻ പറഞ്ഞു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് അത്ഭുത സ്തബ്ധനായി. ആ പരിശുദ്ധ ഖുർആനിൽ ആദ്യമായിട്ട് പ്രതിപാദിച്ചത് വായനയെക്കുറിച്ചും പഠനത്തെക്കുറിച്ചുമാണ്. അല്ലമൽ ഇൻസാന മാ ലം യഅലം. അല്ലാഹു തആല മനുഷ്യന് അറിവില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു. അല്ലമ ബിൽ കലം, പേന കൊണ്ട് പഠിപ്പിച്ചു. ആ പേന എന്ന് പറയുന്ന പദത്തിന് വരെ വലിയ അർത്ഥമുണ്ട്. ആ പേന കൊണ്ടാണ് നമ്മൾ പഠിക്കുന്നത്. ആ ജ്ഞാനിങ്ങനെ തലമുറകളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ തലമുറകളും ആ ജ്ഞാനിങ്ങനെ കൈമാറിക്കൊണ്ടിരിക്കുകയാണ്. മുൻകഴിഞ്ഞു പോയിട്ടുള്ള എല്ലാ പ്രവാചകന്മാരുടെയും ദൗത്യം അത് തന്നെയായിരുന്നു. ആ കാലഘട്ടത്തിലെ ജാഹിലീങ്ങളായ അറിവില്ലാത്ത പാവപ്പെട്ട ആളുകൾക്ക് ദീനീ വിജ്ഞാനങ്ങൾ പകർന്നു കൊടുക്കുക. അത് തന്നെയാണ് നബിമാരുടെ ചരിത്രത്തിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതല്ലാതെ വലിയ സമ്പത്തുകളും ഗനികളും നിധികളും സാമ്പത്തിക സ്രോതസ്സുകളുമല്ല അമ്പിയാക്കൾ നമുക്ക് പഠിപ്പിച്ചു തന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അവർക്ക് ലഭിച്ച ജ്ഞാനങ്ങൾ പകർന്നു കൊടുക്കുകയാണ് ചെയ്തതെന്ന് ചരിത്രങ്ങളിലൂടെ, ആ പാഠങ്ങളിലൂടെ നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നുണ്ട്. ഇതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കണം, ഗുരു ശിഷ്യ ബന്ധം എന്നുള്ളത് വലിയൊരു മൂല്യമുള്ള ബന്ധമാണ്. ആ ഒരു ബന്ധത്തെ ഒരിക്കലും തകർക്കാൻ പറ്റുകയില്ല. ഇന്നത്തെ കാലഘട്ടത്തിലെ സംവിധാനങ്ങൾ, ഓൺലൈൻ സംവിധാനങ്ങൾ കടന്നു വന്നതോടുകൂടി അധ്യാപക മൂല്യങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, ധാർമ്മിക മൂല്യങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഏറെ സന്ദർഭങ്ങളിലാണ് ഗുരു ശിഷ്യ ബന്ധത്തിന്റെ മൂല്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ ഗുരു എത്ര വലിയ പ്രായമുള്ള ആളാണെങ്കിലും, എത്ര പ്രായം കുറഞ്ഞ ആളാണെങ്കിലും, നമുക്ക് പഠിപ്പിച്ചു തന്ന വിജ്ഞാനം, ആ വിജ്ഞാനത്തിനോടുള്ള ഒരു കൂറ് നമ്മൾ തിരിച്ചു കൊടുക്കേണ്ടതുണ്ട്. പരിശുദ്ധ ഖുർആനിലൂടെ ആദ്യമായിട്ട് അല്ലാഹു തആല ആദം നബി അലൈഹി ഇസ്ലാമിനെ സൃഷ്ടിച്ച സന്ദർഭത്തിൽ ലോകത്തുള്ള എല്ലാവിധ സർവ്വചരാചരങ്ങളുടെയും നാമങ്ങൾ അല്ലാഹു തആല ലോകത്തെ ആദ്യത്തെ മനുഷ്യനായ അവ്വലുൽ ബശർ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് പഠിപ്പിച്ചു കൊടുക്കുകയുണ്ടായി. വഅല്ലമൽ ആദമൽ അസ്മാഅ കുല്ലഹ, ലോകത്തുള്ള എല്ലാ വസ്തുക്കളുടെയും നാമങ്ങൾ അല്ലാഹു തആല ബഹുമാനപ്പെട്ട ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് പഠിപ്പിച്ചു കൊടുത്തു. പഠിപ്പിച്ചു കൊടുത്തതിന് ശേഷം അല്ലാഹു തആല അവിടെയുള്ള മലക്കുകളോടും എല്ലാവരോടും കൽപ്പിച്ചു, ഉസ്ജുദൂ ലി ആദം നബിക്ക് നിങ്ങൾ സുജൂദ് ചെയ്യണം. കാരണം സാധാരണ ഒരു മനുഷ്യനല്ല, എല്ലാ ജ്ഞാനങ്ങളും കരസ്ഥമാക്കിയ നിങ്ങളെക്കാൾ പവിത്രതയുള്ള ഒരു മനുഷ്യനാണ് നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത്. വലിയ ജ്ഞാനങ്ങൾ കരസ്ഥമാക്കിയത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് പവിത്രതയുണ്ട്. അദ്ദേഹത്തിന്റെ മുമ്പിൽ നിങ്ങൾ സുജൂദ് ചെയ്യുക, അദ്ദേഹത്തിൽ നിന്ന് നിങ്ങൾ കാര്യങ്ങൾ പഠിക്കുക എന്ന് അല്ലാഹു തആല പറഞ്ഞു. ഫസജദു ഇല്ലാ ഇബ്ലീസ, ആ സമയത്ത് എല്ലാവരും സുജൂദ് ചെയ്തു. ഇല്ലാ ഇബ്ലീസ, ഇബ്ലീസ് മാത്രം സുജൂദ് ചെയ്തില്ല. അബാ വസ്തക്ബറ, ഇബ്ലീസ് അതിൽ നിന്ന് വെടിഞ്ഞു നിൽക്കുകയും അതിൽ വിമുഖനാവുകയും അതിൽ നിന്ന് മാറി നിൽക്കുകയും കിബർ നടിക്കുകയുമാണ് ഇബ്ലീസ് ചെയ്തത്. ഈ ഒരു ചരിത്രത്തിൽ നിന്ന്, ഈ ഒരു സംഭവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഗുരു ശിഷ്യ ബന്ധം വളരെ മൂല്യമുള്ളതാണ്. നമ്മൾ എത്ര വലിയവനാണെങ്കിലും എത്ര ചെറിയവനാണെങ്കിലും ഗുരുവിൽ നിന്ന് നമുക്കൊരു ജ്ഞാനം ലഭിക്കുന്നുണ്ടെങ്കിൽ ആ ഗുരുവിനെ നമ്മൾ അംഗീകരിക്കണം. ഒരുപക്ഷെ നമ്മളെക്കാൾ കഴിവ് കുറഞ്ഞ ആളുകളായിരിക്കാം,
അവരെക്കാൾ പല മേഖലയിലും നമുക്ക് കഴിവുള്ളവരായിരിക്കാം. എങ്കിലും നമുക്ക് വിജ്ഞാനം പകർന്നു നൽകിയ അധ്യാപകരെ ആദരിക്കൽ ഗുരു ശിഷ്യ ബന്ധത്തിന്റെ മൂല്യത്തിന്റെ ഭാഗമാണ്. അല്ലാഹു തആല നമ്മുടെ ഉസ്താദുമാർക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരുപാട് ആളുകൾ മൺമറഞ്ഞു പോയിട്ടുണ്ട്. അല്ലാഹു തആല അവരുടെ ഖബറിടങ്ങൾ വിശാലമാക്കി അനുഗ്രഹിക്കട്ടെ. ഈ മദ്രസ സംവിധാനങ്ങൾ ഇതുപോലെ നിലനിൽക്കാൻ വേണ്ടി ഇതിന്റെ പിന്നിൽ ഓടി നടന്ന ഒരുപാട് ആലിമീങ്ങളും സാധാരണക്കാരായ ആളുകളുണ്ട്. അല്ലാഹു തആല അവർക്കൊക്കെ മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ. ഒരുപക്ഷെ നമ്മളൊക്കെ ഈ മദ്രസ സംവിധാനങ്ങളെ നിരുത്സാഹപ്പെടുത്തുന്നുണ്ടാവാം, അല്ലെങ്കിൽ നിസാരമായി കാണുന്നുണ്ടാവാം. എങ്കിൽ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം. നമ്മുടെ അയൽ രാജ്യങ്ങളിലൂടെ ഒന്ന് സഞ്ചരിച്ചു നോക്കണം, അല്ലെങ്കിൽ നമ്മുടെ അയൽ സംസ്ഥാനങ്ങളിലൂടെ ഒന്ന് സഞ്ചരിച്ചു നോക്കണം. കൃത്യമായ ധാർമ്മിക മൂല്യമില്ലാതെ അച്ഛനെന്നോ അമ്മയെന്നോ അധ്യാപകനെന്നോ കൃത്യമായി തിരിച്ചറിയാതെ മൂല്യങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ട് സ്വന്തം ഇഷ്ടങ്ങൾക്കനുസരിച്ചുകൊണ്ട് ജീവിതം തുലക്കുന്ന ഒരുപാട് യുവതലമുറയെ നമുക്ക് കാണാൻ സാധിക്കും. വെറും മദ്യത്തിനും ലഹരിക്കും അതുപോലെ തന്നെ ആസ്വാദനങ്ങൾക്കും വേണ്ടി നിമിഷങ്ങളെ വെറുതെ നഷ്ടപ്പെടുത്തുന്ന ഒരു യുവ സമൂഹത്തെ നമുക്ക് കാണാൻ സാധിക്കും. അതിൽ നിന്നെല്ലാം വ്യതിചരിച്ചുകൊണ്ട് നമ്മുടെ ഈ കൊച്ചു കേരളത്തെ വളരെ മനോഹരമായി ചെറുപ്പത്തിൽ തന്നെ ധാർമ്മിക മൂല്യങ്ങൾ പഠിപ്പിച്ചുകൊണ്ട് ആരാണ് ഉസ്താദ്, ആരാണ് അധ്യാപകൻ, ആരാണ് രക്ഷിതാവ്, ആരാണ് മഹല്ല് സംവിധാനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നവർ, ഇവരെയൊക്കെ ബഹുമാനിക്കാനും ആദരിക്കാനും അവർ പറഞ്ഞതനുസരിച്ച് ജീവിക്കാനും എല്ലാം നമുക്ക് ഉസ്താദുമാർ പഠിപ്പിച്ചു തരുന്നു. അവരുടെ പൊരുത്തത്തിലും ജീവിക്കാനും നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ഒരുപക്ഷെ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഈ കാണുന്ന സംവിധാനങ്ങളൊന്നും ഇല്ലായിരുന്നുവെങ്കിൽ നമ്മുടെ ചുറ്റുപാടുമുള്ള അവസ്ഥ നമുക്കറിയാമായിരുന്നു. വ്യത്യസ്തമായ മതങ്ങൾ, വ്യത്യസ്തമായ ആചാരങ്ങൾ, വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ, അതിൽ ഒരു കൃത്യതയില്ലാതെ ഒരു ക്രോഡീകരണമില്ലാതെ മുന്നോട്ടു പോകുന്ന ഒരു സംവിധാനമാണെങ്കിൽ ലക്ഷ്യമില്ലാതെ അറ്റം കാണാതെ വിശാലമായ കടലിലൂടെ സഞ്ചരിക്കുന്ന കപ്പൽ പോലെയായിരിക്കും. ദിശയറിയാതെ സഞ്ചരിക്കുമ്പോൾ എങ്ങോട്ടാണെന്നറിയാതെ നമ്മളിങ്ങനെ സഞ്ചരിക്കുന്ന ആ ഒരു സഞ്ചാരം പോലെയായിരിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അല്ലാഹു തആല നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളിലും ഖൈർ നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.